ഇത് ഞങ്ങളുടെ കരുനാഗപ്പള്ളിയിലെ പുതിയകാവിലുള്ള ഭാരത് കഫേ, ഇവിടുത്തെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള ഭാരത് കഫേയുടെ ബിരിയാണിയാണ്. അതെ അമ്മ എങ്ങനെ ഉണ്ടമ്മ ഇത്? അടിപൊളി അടിപൊളിയാണ്. അല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അമ്മ തിന്നില്ല, ഇതൊന്നും തിന്നു. ആണോ? എന്തു ഇതിൻ്റെ പ്രത്യേകത? എന്ത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എണ്ണയൊക്കെ ഇത് കുറവുണ്ട്. അതാണ്ട് അളിയനും പെങ്ങളും അവർ കഴിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം പരിചയപ്പെടുത്താം. ഇതെന്തോ ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ആണോ? വഴട്ടൊന്നും വേണ്ട. ആരാ ഉണ്ടാക്കിയത്? എന്നെ ആങ്ങളെ ഉണ്ടാക്കിയത്. ഹൈദരാബാദിൽ നിന്ന് വന്ന അശോക് ടോസി, എല്ലാവരും അറിയാറില്ലല്ലോ. പുള്ളി ഉണ്ടാക്കിയതാണ്. ഇങ്ങനെയുണ്ട്, സൂപ്പറാ. ഓക്കെ. അതെങ്ങനെയാ അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു ന്യൂജൻ പിള്ളേർക്ക് സമയമില്ലല്ലോ, അവർക്ക് പെട്ടെന്നാണ്. അതെങ്ങനെയാ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണെന്ന് പറയാമോ? ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം ഈ പൊടിവർക്കൊക്കെ നമ്മൾ കുറച്ചൊന്ന് ചൂടാക്കിയൊക്കെ ഇടുന്നത്. ഇതെല്ലാം പച്ചയ്ക്ക് തന്നെ പൊടി മസാലകളെല്ലാം, ഉള്ളി, തക്കാളിക്ക, കിഴങ്ങെല്ലാം എന്താന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ഇറച്ചിയും കൂട്ടി ഇറച്ചിയോടെ മിക്സ് ചെയ്തിട്ടിട്ട് ഈ പിന്നെ ഗരം മസാല എല്ലാം ഇട്ട് പിന്നെ കൂടുതൽ കരിയാപ്പല ചേർക്കണമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഏലക്ക ഇച്ചിരി ഇടാവുള്ളൂ ഇല്ലയോ? കൂടുതലും നല്ല രീതിയിൽ വെക്കുന്നത് നല്ലത്. ഓക്കെ ഓക്കെ. ഇതിന്റെ റെസിപ്പി പിന്നീട് ഞാനിടാം. അറിയാ ഇത് എവിടുത്തെ ആണ്ടതാണ്ട് ഇതുണ്ട് ഭാരത് കഫേയുടെ. പിന്നെ ഈ ബിരിയാണിയുടെ ഒരു കോസ്റ്റ് സാധാരണ ബിരിയാണിയുടെ കോസ്റ്റിനേക്കാൾ ഇരട്ടിയാണ്. പക്ഷേ ഇതുപോലെ ടേസ്റ്റായിട്ട് 11:30 മണിക്ക് ഇവിടുത്തെ ചെമ്പ് തുറക്കും. ആ സമയത്ത് അവിടെ എത്തി നമുക്ക്, അതായത് നിങ്ങൾ പിന്നെ തിരുവനന്തപുരത്തേക്ക് പോകുന്നവരാണെങ്കിൽ പിന്നെ വലത്തെ സൈഡിലും, എറണാകുളത്തേക്ക് പോകുന്നവർക്ക് ഇടത്തെ സൈഡിലുമായിട്ടായിരിക്കും. പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ദേവീക്ഷേത്രത്തിൽ തൊട്ടപ്പുറത്തായിട്ട് ഭാരത് കഫേ. ഒരു വട്ടമെങ്കിലും ഭാരത് കഫേയുടെ ഇല്ലയോ? ആ ടേസ്റ്റ് ഒന്ന് അറിയണം. ഞങ്ങൾ കുട്ടിക്കാലം പോലെ ഞങ്ങളെല്ലാവരും കഴിക്കുന്നതാണ്. ഓക്കെ, അതെ, മട്ടൻ ബിരിയാണിയാണ് ഏറ്റവും ഇല്ലയോ? ഓക്കെ. അതാണ്ട ഇത് ഒരു 1.5 ബിരിയാണിയാണ്. ഇത് നമ്മുടെ തിരുവാതിര കലാകാരിയും ഭാരത് കഫേയുടെ സ്ഥിരം, അതായത് പിന്നെ കുട്ടിക്കാലം മുതൽ. അതെങ്ങനെ കുട്ടിക്കാലം മുതൽ എന്തോ അത് എങ്ങനെയാ അത് എന്തോ അത് അച്ഛൻ്റെ കടയുടെ തൊട്ടപ്പുറത്തെ കട ആദ്യം ഏത് അച്ഛൻ്റെ കട എന്ന് പറയുമ്പോൾ, അച്ഛൻ്റെ കടയെന്ന് പറയുമ്പോൾ അല്ല, അച്ഛൻ ആരാണെന്ന് പറയുമ്പോൾ കേൾക്കുന്ന എമ്പോരം പിള്ളയുടെ ഹാർഡ്വെയർ ഷോപ്പ് ഉണ്ടായിരുന്നു ഈ ഭാരത് കഫേയുടെ ചേർന്ന് തന്നെ. അത് അല്ല, ഹാർഡ്വെയർ ഷോപ്പ് അല്ലായിരുന്നല്ലോ അത്. ആദ്യം ചെറിയൊരു സംരംഭമായിട്ട് കുഞ്ഞൊരു കടയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുതിയകാവ് ദേവസ്വം ഇതിലേക്ക് മാറി, കഫേയും മാറി, ഹൈവേലായി. ഓക്കെ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു വിശേഷമാണിത്. ഓക്കെ. അപ്പം ഞാനിപ്പോൾ നാട്ടിലെത്തിയത് ഈ കഴിഞ്ഞ ദിവസമാണ്. നാട്ടിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനിയും മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. സ്വന്തം അശോക് തോമസ്.